70 കൊല്ലമായിട്ട് മാറി മാറി ഭരിച്ച കോൺഗ്രസും CPM-നും ഒരു ഇലക്ഷൻ്റെ മുമ്പ് വരുന്നത് ഒരു സൂയിസൈഡ് മാത്രമല്ലേ ഉള്ളൂ, ഒരു ട്രാജിക് സൂയിസൈഡ് മാത്രമേ ഉള്ളൂ. അവർ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു വാക്ക് പറയണ്ടേ? 10 കൊല്ലം മുമ്പേ ശിവൻകുട്ടീൻ്റെ സർക്കാർ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് നേടിയ പാർട്ടിയാണ്. 10 കൊല്ലം കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എല്ലാം അങ്ങോട്ട് നമ്മൾ ശ്രദ്ധ തിരിക്കാം. അതെല്ലാം ഒരു എന്താ പറയുക, പണ്ട് കാലത്ത് നടന്ന ഒരു തല്ലിപ്പൊളി രാഷ്ട്രീയമല്ലേ? ബീഹാറിൽ കണ്ടില്ലേ? അവിടെ വോട്ട് ചോരി എന്ന് പറഞ്ഞ് നടന്ന സർക്കസ് ചെയ്ത് രാഹുൽ ഗാന്ധിൻ്റെ സ്ഥിതി എന്താണെന്ന്. ജനങ്ങൾക്ക് വേണ്ടത് ഇന്ന് അവരുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരാണ്. ഇതാണ് റിയാലിറ്റി. ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഇത് മനസ്സിലാവണ്ട, സാരില്ല, അത് നമുക്ക് ഗുണം. പാനലിൽ ഇദ്ദേഹത്തിൻ്റെ പേരില്ല എന്ന് ഞാൻ 100% ഉറപ്പ് എനിക്ക് ജില്ലാ പ്രസിഡന്റ് തന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഞാൻ വിളിച്ചു ചോദിച്ചു. ഇത് അദ്ദേഹം എന്നോട് പറഞ്ഞു. പാർട്ടിയിൽ ഇത് പരാതി കേൾക്കാൻ സംവിധാനമില്ല, അങ്ങേ സമീപിച്ചാൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ചീത്ത പറഞ്ഞു വിടുകയാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നോക്കൂ, കെ മുരളീധരനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കെ മുരളീധരൻ്റെ രാഷ്ട്രീയം, കെ മുരളീധരൻ്റെ രീതിയും, കെ മുരളീധരൻ ആരാണ്, എങ്ങനെ രാഷ്ട്രീയത്തിൽ വന്നു, എന്ത് ചെയ്തു, അതെല്ലാം കെ മുരളീധരൻ തന്നെ പറയട്ടെ. ഞാനിപ്പോൾ നോക്കൂ, ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യം മുതൽ എന്താ ഞാൻ പറഞ്ഞത്, എനിക്ക് 100% എൻ്റെ എനർജിയും എൻ്റെ കമ്മിറ്റ്മെൻറ്റ് ജനങ്ങളോടാണ്, വികസനത്തിനോടാണ്, ഈ നാടിനെ നന്നാക്കാനാണ്. ഇവർ പറഞ്ഞതെല്ലാം ഞാൻ ചാടി പിടിച്ച് അവരെ റെസ്പോൺസ് കൊടുക്കാൻ തുടങ്ങിയാൽ എനിക്ക് ഇതിന് സമയമുണ്ടാവില്ല. എനിക്ക് അതിനൊരു താല്പര്യമില്ല. അവർ പറയുന്നതെല്ലാം പറയട്ടെ. ആർട്ടിക്കിൾ 90 എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു അവകാശമുണ്ട്, എല്ലാവർക്കും പറയാൻ ഒരു അവകാശമുണ്ട്. അത് പറയട്ടെ അവർ. നോക്കൂ, ഞാൻ അത് കേട്ടു, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രോസസ്സിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അന്വേഷണം ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ മണ്ഡലം ലെവൽ, ഞങ്ങളുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മണ്ഡലം ലെവലിൽ നിന്നാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥീൻ്റെ സജഷൻസും പാനൽ വരുന്നത്. അവരാണ് തീരുമാനിക്കുന്നത്. അതിൽ വീഴ്ച എന്തെങ്കിലും ഉണ്ടോ, ഒരു സ്ഥലത്തുണ്ടോ, അത് ഞങ്ങൾ കൃത്യമായി അന്വേഷിക്കും. അല്ല, ഞാൻ പറഞ്ഞു, ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞല്ലോ, ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, ഞാൻ കേട്ട ഉടനെ പറഞ്ഞല്ലോ. അതൊന്നും ഞങ്ങൾ വിടില്ല. ഞങ്ങളൊരു സിൻസിയർ റെസ്പോൺസിബിൾ പാർട്ടിയാണ്, പ്രവർത്തകരുടെ പാർട്ടിയാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരുടെ ഇഷ്യൂസും അവരാണ് ഈ പാർട്ടീൻ്റെ എന്താ പറയുക ഫൗണ്ടേഷണൽ എലിമെൻറ്റ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു കടമയാണ് അവർ കേൾക്കാനും അത് പരിഹരിക്കാനും.